Dear students, in the last class we learnt about molecules of low symmetry. Now in this class let us learn about molecules of high symmetry or MHS. The MHS class contains molecules characterized by the presence of a CN axis in the presence or absence of other types of symmetry elements. Molecules of high symmetry പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ട മോളിക്യൂൾസ് ഓഫ് ലോ സിമെട്രിനേക്കാളും കൂടുതൽ സിമെട്രി ഉള്ള മോളിക്യൂൾസ് ആണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. അപ്പൊ അതിൽ പെടുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ് SN എന്ന് പറയുന്നത്. SN അല്ല, ഗ്രൂപ്പ് CN. ഒത്തിരി ഗ്രൂപ്പ്സ് ഉണ്ട്. അത് ഏത് ഗ്രൂപ്പ്സ് ആണ് നമുക്ക് നോക്കാവുന്നതാണ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോളിക്യൂൾസ് ഓഫ് ഹൈ സിമെട്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു CN ആക്സിസ് നിർബന്ധമായിട്ട് ഇവർക്ക് ഉണ്ടാവും. CN ആക്സിസും ഉണ്ടാവും, പിന്നെ വേറെ കുറെ സിമെട്രി എലമെന്റ്സ് ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവാതെ ഇരിക്കാം. പക്ഷെ നിർബന്ധമായിട്ട് CN ആക്സിസ് ഉള്ളവരെയാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ പെടുത്തിയിട്ടുള്ളത് മോളിക്യൂൾസ് ഓഫ് ഹൈ സിമെട്രി. അപ്പൊ അതിൽ ആദ്യത്തെ ഗ്രൂപ്പാണ് CN ഗ്രൂപ്പ്. എന്താന്ന് നോക്കാം. Those molecules for which only the symmetry element other than E is a proper rotation axis. CN. It is said to belong to the group CN. അതായത് സിമെട്രി എലമെന്റ് ആയിട്ട് E ഉണ്ടാവും. E എന്ന് പറഞ്ഞ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല ഒരു പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് CN കൂടെ ഉണ്ടാവും. ഇത് രണ്ടും, അതായത് CN ആക്സിസും പിന്നെ E കൂടെയും ഉള്ളവരെയാണ് നമ്മൾ ഈ ഗ്രൂപ്പ് CN പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ബിലോങ് ടു ഗ്രൂപ്പ് C2 ആൻഡ് ബോറിക് ആസിഡ് H3BO3 മീൻസ് ബോറിക് ആസിഡ് ഈ 3 ഒക്കെ സബ്സ്ക്രിപ്റ്റ് ആണ്, 2ഉം ഇവിടെ സബ്സ്ക്രിപ്റ്റ് ആണ്. H2O2 C2 ഗ്രൂപ്പിലുണ്ട്, H3BO3 ആണെങ്കിൽ C3 ഗ്രൂപ്പിലുണ്ട്. The non-planar configuration of hydrogen peroxide has only a C2 axis other than E. So it belongs to the point group C2. ഹൈഡ്രജൻ പെറോക്സൈഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2 ഓക്സിജനും ഒരു ബോണ്ട് വെച്ചിട്ട് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു ഹൈഡ്രജൻ ഈ 2 ഓക്സിജനുള്ള പ്ലെയിനിലല്ല, ഫ്രണ്ടിലോട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുകയാണ്. മുമ്പിലാണ് ഈ ഹൈഡ്രജൻ ഉള്ളത്. അതുകൊണ്ടാണ് തിക്ക് സോളിഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഫ്രണ്ടിലാണ്. ഒരിക്കലും ഒരു പ്ലെയിനാർ മോളിക്യൂൾ അല്ല. 4 ആറ്റംസും ഒരു പ്ലെയിനിലല്ല വരുന്നത്. ഹൈഡ്രജൻ ജസ്റ്റ് ഫ്രണ്ടിലാണ്, ഈ 2 ഓക്സിജന്റെ ഫ്രണ്ടിലാണ്. പിന്നെ ഈ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് പുറകിലാണ്, ഈ 2 ഓക്സിജന്റെ പ്ലെയിനിന്റെ പുറകിലാണ്. അതുകൊണ്ടാണ് ഇത് ഡോട്ടഡ് അല്ലെങ്കിൽ ഡാഷ്ഡ് ലൈൻസ് വെച്ച് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു C2 ആക്സിസ് നമുക്ക് സങ്കല്പിക്കാം. എവിടെ നിന്നായിരിക്കും C2 ആക്സിസ്? ഇവിടെ ഈ കൃത്യം 2 ഓക്സിജന്റെയും നടുവിലൂടെ പോകുന്ന ഒരു C2 ആക്സിസ്, അതിൽ പിടിച്ചിട്ട് 180 ഡിഗ്രി കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് നമുക്ക് എന്തായാലും കിട്ടും. അതുകൊണ്ടാണ് ഇതിനൊരു C2 ആക്സിസ് ഉണ്ടെന്ന് പറയുന്നത്. C2 ആക്സിസ് മാത്രമേ ഇതിന് സിമെട്രി ആയിട്ടുള്ളൂ. പിന്നെ ഉള്ളത് ഐഡന്റിറ്റി എലമെന്റ് ആയി E ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് C2 ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. Now let us discuss about boric acid. The non-planar structure of boric acid H3BO3, in which the hydrogen atoms are all above the plane of boron and oxygen atoms, has only a C3 axis and hence belongs to the point group C3. അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറിക് ആസിഡ് നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് ബോറോൺ എന്ന് പറഞ്ഞ ആറ്റം. ഗ്രീൻ കളറിലാണ് ബോറോൺ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. റെഡ് കളറിലുള്ള ആറ്റംസ് ഓക്സിജൻ ആണ്. ഇനി വൈറ്റ് കളറിലുള്ളത് ഹൈഡ്രജൻ ആണ്. ഈ വൈറ്റ് കളറിലുള്ള ഹൈഡ്രജൻ ആറ്റംസ് എല്ലാം ഈ ബോറോണും ഓക്സിജനും ഇരിക്കുന്ന പ്ലെയിനിലല്ല, അത് അതിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. അതായത് ഈ പ്ലെയിൻ ഓഫ് ദി സ്ക്രീന് മുകളിലാണ് ഈ വൈറ്റ് കളറുള്ള ഹൈഡ്രജൻ ആറ്റംസ് ഇരിക്കുന്നത്. ഇനി നമ്മളൊരു ആക്സിസ് സങ്കല്പിക്കുക. ആക്സിസ് ഇവിടെ ബ്ലാക്ക് കളറിൽ കാണിച്ചിട്ടുണ്ട്. ബോറോണിന്റെ കൃത്യം നടുവിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ്, അതിൽ പിടിച്ചിട്ട് നമ്മൾ 120 ഡിഗ്രി കറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് കിട്ടും. ഈ ഓക്സിജൻ ആറ്റം ഇങ്ങോട്ട് വരും, ഇവിടുത്തെ ഓക്സിജൻ ആറ്റം ഇങ്ങോട്ട് പോകും. അതായത് കൃത്യം ഒരു ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അപ്പിയറൻസ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇതിനൊരു C3 ആക്സിസ് ഉണ്ടെന്ന് പറയാവുന്നതാണ്. ഇനി ഇതിന് വേറൊരു ആക്സിസും ഉണ്ടാവാൻ സാധ്യതയില്ല. C3 ആക്സിസ് മാത്രമാണ്. കാരണം ഇതൊരു പ്ലെയിനാർ മോളിക്യൂൾ അല്ല, നോൺ പ്ലെയിനാർ എന്ന് പറഞ്ഞു. ഹൈഡ്രജൻ ആറ്റംസ് ഒക്കെ മുന്നിലേക്ക് ആണ് ഇരിക്കുന്നത്, ഈ സ്ക്രീനിന്റെ മുന്നിലാണ് ഇരിക്കുന്നത്. അത്
ഹൈഡ്രജൻ ആറ്റംസ് ഒക്കെ മുന്നിൽ ഇരിക്കുന്നതുകൊണ്ട് ഇതൊരു പ്ലെയിനാർ മോളിക്യൂൾ അല്ല. അതുകൊണ്ട് ഇതിന്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് C3 ആണ്. കാരണം C3 എന്ന് പറഞ്ഞ ആക്സിസും ഉണ്ട്, പിന്നെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ എലമെന്റ് മാത്രം ഉള്ളതുകൊണ്ട് C3 ആക്സിസ് ആണ്. എക്സാമ്പിൾസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സങ്കല്പിച്ച് നോക്കുക, അപ്പൊ നല്ല ക്ലാരിറ്റി കിട്ടും. നെക്സ്റ്റ് ഗ്രൂപ്പ് is groups Sn. If no other symmetry element is present except possibly I, which is the point of inversion, the molecule is said to belong to the point group called Sn. In case if a molecule possesses Sn axis, it would always be associated with a Cn/2 axis collinear with Sn axis. Suppose a molecule contains an Sn axis, it would also possess a Cn/2 axis. That is a universal truth. Example is 1357 tetrafluoro cyclooctatetrahene. That is the example. ഇപ്പൊ ഗ്രൂപ്പ് Sn എന്താന്ന് നോക്കാം. ഗ്രൂപ്പ് Sന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ ഒരു സിമെട്രി എലമെന്റ് ഉണ്ടാവും, പിന്നെ അതിന്റെ കൂടെ Sn എന്ന് പറഞ്ഞ ഒരു ആക്സിസും കൂടെ ഉണ്ടാവും. Sn എന്ന് പറഞ്ഞ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ I ഉണ്ടാവും. I എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഓഫ് ഇൻവേർഷൻ പ്രസന്റ് ആണ്. പിന്നെ അത് മാത്രമല്ല Sn ആക്സിസ് ഉണ്ട്, പിന്നെ അതിന്റെ കൂടെ ഒരു Cn/2 ആക്സിസ്. ഈ Sn ആക്സിസും Cn/2 ആക്സിസും എന്ന് പറയുന്നത് സെയിം ആക്സിസ് തന്നെയായിരിക്കും. ഇത്രയും സിമെട്രി എലമെന്റ്സും പിന്നെ ഐഡന്റിറ്റി എലമെന്റും കൂടെ ഉള്ള മോളിക്യൂൾസ് ആണ് ഈ ഗ്രൂപ്പ് Sn എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് വളരെയധികം കുറവാണ്, ഒട്ടും എക്സാമ്പിൾസ് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ഗ്രൂപ്പാണ്. ആകെ കൂടെയുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏകദേശം പറയാവുന്നത് 1357 ടെട്രാഫ്ലൂറോ സൈക്ലോഒക്ടാടെട്രാഹീൻ ആണ്. അതായത് ഒക്ടാടെട്രാഹീൻ, സൈക്ലോഒക്ടാടെട്രാഹീൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 1G പോലെ ഇരിക്കുന്ന ഒരു മോളിക്യൂൾ ആണ്. അപ്പൊ അതിന്റെ ഓരോ പൊസിഷനിലും ഹൈഡ്രജനും ഫ്ലൂറിനും ഉണ്ട്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു 45 ഡിഗ്രി നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന്റെ കൂടെ റിഫ്ലക്ഷൻ, Sn ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 45 ഡിഗ്രി കറക്കുക, അത് കഴിഞ്ഞിട്ട് ഒരു റിഫ്ലക്ഷൻ എടുക്കുക. അപ്പൊ ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിന് Sn ആക്സിസ് ഉണ്ടെന്ന് പറയും. അപ്പൊ ഇതാണ് ഈ ഗ്രൂപ്പിന്റെ സിമെട്രി എന്ന് പറയുന്നത്. If no other symmetry element is present except possibly I, the molecule is said to the point group Sn, and simple examples for molecules belonging to this category are very rare. Next group is CnV group. Molecules which have a Cn axis as well as n number of sigma V's without any other characteristic elements are said to belong to the point group CnV. Examples are water, ammonia, etc. ഗ്രൂപ്പ് CnV നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. C2V എന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ CnV ഗ്രൂപ്പിന്റെ പ്രത്യേകത Cn ആക്സിസ് എന്തായാലും ഉണ്ടാവും, പിന്നെ അതിന്റെ കൂടെ n നമ്പർ ഓഫ് സിഗ്മ വിസും ഉണ്ടാവും. സിഗ്മ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ആണ്. അതിന്റെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n ആയിരിക്കും. n സിഗ്മ വീസ് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പൊ ഇത്രയും സിമെട്രി എലമെന്റ്സ് മാത്രമുള്ള ഗ്രൂപ്പ്സിനെയാണ് CnV ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ വാട്ടർ ഇതിനൊരു എക്സാമ്പിൾ ആണ്. നമുക്കറിയാവുന്ന വാട്ടറിന്റെ പോയിന്റ് ഗ്രൂപ്പ് നമ്മൾ C2V നേരത്തെ പഠിച്ചിട്ടുണ്ടായി. C2V വരാനുള്ള കാരണം എന്താ, അതിന് ഈ പ്ലെയിനില്, അത് ഈ ആക്സിസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
നമുക്ക് എന്ത് കിട്ടും? ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് കിട്ടും. അത് മാത്രമല്ല അതിനൊരു സിഗ്മ വിയും കൂടെ ഉണ്ട്. സിഗ്മ വി ഈ പ്ലെയിനിലുണ്ട്, പിന്നെ പ്ലെയിൻ ഓഫ് ദ മോളിക്യൂളിൽ വേറൊരു സിഗ്മ വിയും ഉണ്ട്. അപ്പൊ 2 സിഗ്മ വിസ് ഉണ്ട്. അപ്പൊ C2 എന്ന് പറഞ്ഞ ആക്സിസും ഉണ്ട്, പിന്നെ എന്താ 2 സിഗ്മ വിസും ഉള്ളത് കൊണ്ട് ഇത് C2V എന്ന് പറഞ്ഞ പോയിന്റ് ഗ്രൂപ്പിലാണ് പെടുന്നത്. C2V. അതുപോലെ തന്നെ ഒരു മോളിക്യൂളാണ് അമോണിയ. അമോണിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 120 ഡിഗ്രി കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രജനിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് 120 ഡിഗ്രി കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്ത അപ്പിയറൻസ് കിട്ടും. ഇപ്പൊ ഇത് 120 ഡിഗ്രി കറക്കുന്നു. ഇനി അത് മാത്രമല്ല, അതിന് C3 എന്ന് പറഞ്ഞ ആക്സിസ് മാത്രമല്ല, അതിന് 3 സിഗ്മ വീസ് ഉണ്ട്. സിഗ്മ വീസ് ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിനിലൂടെ നമ്മൾ റിഫ്ലക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകും, ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകും. അപ്പൊ നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് കിട്ടും. അതുപോലെ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരു സിഗ്മ വി ഉണ്ട്, ഈ ഹൈഡ്രജനിലൂടെ പാസ് ചെയ്യുന്ന ഒരു സിഗ്മ വി ഉണ്ട്. പിന്നെ ഈ ഹൈഡ്രജനും നൈട്രജനിലൂടെ പാസ് ചെയ്യുന്ന വേറൊരു സിഗ്മ വി ഉണ്ട്. അങ്ങനെ 3 സിഗ്മ വീസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് C3 ആക്സിസും ഉണ്ട്, പിന്നെ 3 സിഗ്മ വീസും. അതായത് CN ആക്സിസ് ഓൾസോ n നമ്പർ ഓഫ് സിഗ്മ വീസ് അതെല്ലാം ഉള്ളത് കൊണ്ട് ഇതിന്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് C3V എന്ന് പറയാം. അമോണിയയുടെ പോയിന്റ് ഗ്രൂപ്പ് അപ്പൊ C3V ആണ്. ഇനി C2V ഉള്ള വേറെ മോളിക്യൂൾസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഡൈക്ലോറോമീത്തേൻ. ഡൈക്ലോറോമീത്തേനും C2V ആണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, 180 ഡിഗ്രി കറക്കിയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് ആണ്. അത് മാത്രമല്ല നമുക്ക് 2 സിഗ്മ വീസ് ഇതിലൂടെ പോകുന്ന 2 സിഗ്മ വീസും നമുക്ക് ഇതുപോലെ തന്നെ എന്താ ചെയ്യാം, റിഫ്ലക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് കിട്ടുന്നതുകൊണ്ട് ഇത് C2V തന്നെയാണ്. ഇനി C3Vയിൽ വരുന്ന വേറൊരു മോളിക്യൂളാണ് ട്രൈക്ലോറോമീത്തേൻ. അപ്പൊ ട്രൈക്ലോറോമീത്തേൻ 120 ഡിഗ്രി കറക്കുന്നു. അപ്പൊ ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ്. അത് മാത്രമല്ല 3 സിഗ്മ വീസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. 3 സിഗ്മ വീസും നിങ്ങൾക്ക് നോക്കി മനസ്സിലാവുന്നതാണ്. മിറർ ഇവിടെ വെക്കുക, അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ 3 സിഗ്മ വീസ് ഉണ്ട്. അപ്പൊ അതാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് C3Vയുടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി വേറൊരു C3V ഉള്ള ഒരു മോളിക്യൂളാണ് ഇവിടെ ഡീൽ ചെയ്തിരിക്കുന്നത്, ഫോസ്ഫറസ് ഓക്സിക്ലോറൈഡ്. ഇതാണ് C3 ആക്സിസ്. അപ്പൊ 120 ഡിഗ്രി കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് തരും. ഇതും അത് തന്നെ, 120 ഡിഗ്രി കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് തരും. പിന്നെ ഇതിന്റെ സിഗ്മ വീസ്, 3 സിഗ്മ വീസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊരു സിഗ്മ വി, ഇതൊരു സിഗ്മ വി, ഇത് ഒരു സിഗ്മ വി. അങ്ങനെ 3 സിഗ്മ വീസ് ഉണ്ട്. അതുകൊണ്ട് ഫോസ്ഫറസ് ഓക്സിക്ലോറൈഡും C3V സിമിട്രി ഉള്ള ഒരു മോളിക്യൂളാണ്. So these are the molecules which contain CN axis of symmetries. There are other point groups also which belong to the molecules of high symmetry, which we can deal later. And xenon oxyfluoride എന്ന് പറഞ്ഞ മോളിക്യൂളും ആന്റിമണി പെന്റാഫ്ലൂറൈഡ് SB5ഉം പിന്നെ xenon oxyfluoride ആണ് XeOF4. ഇതൊക്കെ CNV എന്ന് പറഞ്ഞ പോയിന്റ് ഗ്രൂപ്പ് സിമെട്രി ഉള്ള മോളിക്യൂൾസ് ആണ്. ഒത്തിരി മോളിക്യൂൾസ് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന ഗ്രൂപ്പാണ് ഈ CNV എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.